മേക്കുലർ എഡിമ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വിഷ്വൽ ഡിഫക്റ്റ് അല്ലെങ്കിൽ കാഴ്ചശക്തിയെ ബാധിക്കുന്ന ചില ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു രോഗമാണ്. അത് പല രീതിയിലാണ് അതിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത്. എല്ലാവർക്കും അറിയാൻ പറ്റും, അനുഭവിച്ചവർക്കോ കേട്ടവർക്കോ ഒക്കെ തിരിച്ചറിയാൻ പറ്റും. ഒരു സെൻട്രൽ സ്കോട്ടോമ എന്ന് പറഞ്ഞാൽ നോക്കുന്ന സ്ഥലത്ത് വലിയൊരു ബ്ലർ ഏരിയ ആയിരിക്കും. പിന്നെ വിഷൻ ഡിസ്റ്റോഷൻ, അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനാണെങ്കിലും വളഞ്ഞിരിക്കുന്ന പോലെ അല്ലെങ്കിൽ സിഗ്സാഗ് ആയിട്ട് കാണുക. പിന്നെ ഓബ്ജക്റ്റിനെ സ്ക്വീസ് ചെയ്ത പോലെ അല്ലെങ്കിൽ ഷേപ്പിന് വരുന്ന വ്യത്യാസം, ഇങ്ങനെയുള്ള പല സീരിയസ് ആയിട്ടുള്ള വിഷ്വൽ ഡിഫക്റ്റും ഉണ്ടായിരിക്കും. പക്ഷേ ഈ സിംറ്റത്തിനെ വല്ല പ്രാധാന്യമുണ്ടോ ചികിത്സയുടെ രംഗത്ത് എന്നുള്ളതാണ് ആയുർവേദത്തിൽ ആലോചിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് വരുന്നു എങ്കിൽ അതിന് പിന്നിൽ കാരണങ്ങൾക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഡാർക്ക് ഒരു തിക്ക് ഏരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം ആയുർവേദത്തിലാണെങ്കിൽ വാതപിത്ത കഫങ്ങൾ തന്നെയാണ് അടിസ്ഥാനമായിട്ടുള്ള ഘടകങ്ങളെ പറയുന്നത്. ആ ഘടകങ്ങളായിരിക്കില്ല ഒരു പക്ഷേ അതിലെ സിക്സാഗ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ വളഞ്ഞിരിക്കുന്ന പോലെ കാണുന്ന ഒരു സിംറ്റമാണ് പ്രോമിനൻ്റ് എങ്കിൽ ഇതിൽ പറയുന്ന അതേ സിംറ്റം തന്നെ അതേ കാരണമായിരിക്കില്ല മറ്റേ വ്യക്തിയിൽ. അതോ പല രോഗങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ജോയിൻറ്റ് പെയിൻ എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് ഉള്ള ജോയിൻറ്റ് പെയിൻ ഉണ്ടാകാം, അല്ലെങ്കിൽ നീർക്കെട്ടുള്ള ജോയിൻറ്റ് പെയിൻ ഉണ്ടാകാം. അത് രണ്ടിനും കാരണം വേറെയാണ്, ചികിത്സയും വേറെയാണ്. അപ്പോൾ അതുപോലെ ഈ ലക്ഷണങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ചികിത്സയിൽ. നമുക്ക് നീർക്കെട്ട് കൂടുതലാണോ, അതിന് പിന്നിൽ വാദത്തിൻ്റെ ഒരു അനുബന്ധം ഉണ്ടാകുമ്പോൾ ഡിസ്ട്രക്ഷൻ കൂടുതലാവുന്നുണ്ട്, അല്ലെങ്കിൽ സ്ക്യൂസിങ് വരുന്ന സമയത്ത് അതിലെ വാദത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഇങ്ങനെയുള്ള ആ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അനലൈസ് ചെയ്തെടുക്കണം. അതുകൊണ്ട് സിംറ്റത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതിൻ്റെ ബേസിലാണ് നമ്മൾ അതിൻ്റെ ഡയഗ്നോസിസ്, ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എടുക്കുന്നത്. അതിൻ്റെ ബേസിൽ വേണം ചികിത്സയിൽ വ്യത്യാസം വരുത്താൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു ചെറിയ സിംറ്റം പോലും സബ്ജക്റ്റീവ് ലെവൽ നമുക്ക് കണക്കിലെടുത്തിട്ട് തന്നെയാണ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ, ചികിത്സ തുടങ്ങാൻ പറ്റുള്ളൂ.